ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ട് ഇപ്പോൾ ഇത്ര ധൃതി പിടിച്ച് ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒരു പ്രാധാന്യം കൊണ്ട് കൂടിയാണ്. നമ്മുടെ SBI ജനറൽ ഇൻഷുറൻസിൻ്റെ ആരോഗ്യ പ്ലസ് എന്ന് പറയുന്ന പോളിസി നിർത്തലാക്കാൻ പോവുകയാണ്. നേരത്തെ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ച് പരാമർശിച്ചിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു റൂമർ നടക്കുന്നുണ്ട്, ഇങ്ങനെ നടക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. ഈ എൻ്റെ കസ്റ്റമേഴ്സിനും അതേപോലെ തന്നെ ഒരുപാട് പേർക്ക് എൻ്റെ അടുത്തുനിന്ന് ആരോഗ്യ പ്ലസ് എടുത്തവരൊക്കെ ഇപ്പോൾ എന്നെ വിളിച്ച് ചോദിക്കുന്നു, ഇങ്ങനെ ഒരു മെയിൽ വരുന്നുണ്ട്, ഇത് ഡിസ്കണ്ടിന്യൂ ആവാൻ പോകുന്നു. അതേപോലെ തന്നെ പലരും എൻ്റെ അടുത്ത് ഇതേപോലെ ചോദിക്കുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കോമൺ ആയിട്ട് ഒരു വീഡിയോയിലൂടെ അതിന് ഒരു ആൻസർ പറയാമെന്ന് കരുതിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും കിട്ടിയിരിക്കുന്ന മെയിലിൽ ഉണ്ടാവുക ഈ ഒക്ടോബർ 5-ാം തീയതിയോടുകൂടി 2024 ഒക്ടോബർ 5-ാം തീയതി, ഈ വർഷം ഒക്ടോബർ 5-ാം തീയതിയോട് കൂടിയിട്ട് ആരോഗ്യ പ്ലസ് എന്ന് പറയുന്ന പോളിസി നിർത്തലാക്കാൻ പോവുകയാണെന്നും നിലവിലുള്ളവർക്ക് ജനുവരി 3-ാം തീയതി വരെ റിന്യൂ ചെയ്തു പോകാനും കമ്പനി അനുവദിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെയിൽ വന്നിരിക്കുന്നത്. അതുകൂടാതെ അവരതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനോടകം നിങ്ങൾക്ക് നിങ്ങളുടെ റിന്യൂവൽ ഡേറ്റ് വരുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും നിങ്ങൾക്ക് സ്യൂട്ടബിളായ ഒരു പോളിസിയിലേക്ക് മൈഗ്രേറ്റ് ചെയ്തോ പോർട്ട് ചെയ്തോ പോകാനായിട്ട് കമ്പനി അവസരം നൽകുന്നുണ്ട്. അപ്പോൾ ഇത് ഡിസ്കണ്ടിന്യൂ ആവാതെ ഈ ഒരു സീനിയോറിറ്റിയോടുകൂടി തന്നെ വേറെ ഏതെങ്കിലും ഒരു പോളിസിയിലേക്ക്, മറ്റ് കമ്പനികളുടെ ഏതെങ്കിലും ഒരു പോളിസിയിലേക്കോ അല്ലെങ്കിൽ SBI ജനറൽ ഇൻഷുറൻസിൻ്റെ തന്നെ ഏതെങ്കിലും ഒരു നല്ലൊരു പോളിസിയിലേക്കോ നിങ്ങൾക്ക് മാറാനായിട്ട്, പ്രത്യേകിച്ച് അവർ സജസ്റ്റ് ചെയ്യണത് സൂപ്പർ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു പ്ലാനാണ്. അത്യാവശ്യം നല്ല പ്രീമിയം ഉള്ളൊരു പ്ലാനുമാണത്. ആരോഗ്യ പ്ലസ് എടുത്തവർക്കറിയാം 10,000 രൂപയ്ക്ക് മാർക്കറ്റിൽ ലഭ്യമായിരുന്ന ഒരു പോളിസിയാണ് നിർത്തലാക്കപ്പെടാൻ പോകുന്നത്. പ്രീമിയം ഏജിനനുസരിച്ച് കൂടാതെ ഒരു വണ്ടർഫുൾ പോളിസി ആയിരുന്നു അത്. അതൊരു റെവല്യൂഷൻ ആയിരുന്നു. പക്ഷേ ആ റെവല്യൂഷൻ അവർക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയാതെ വലിയ ഹ്യൂജ് ലോസ് റേഷ്യോ വന്നത് കാരണമായിട്ട് അവസാനം കമ്പനിക്ക് ആ പോളിസി നിർത്തലാക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് എത്തി. ഏകദേശം ഞാൻ അറിഞ്ഞത് 180% അവർക്ക് അതിനകത്ത് ലോസ് റേഷ്യോ വന്നത്. എന്ന് പറഞ്ഞാൽ 100 രൂപ അവർക്ക് പ്രീമിയമായിട്ട് കിട്ടുമ്പോൾ 180 രൂപ ക്ലെയിമായിട്ട് കൊടുക്കേണ്ടുന്ന അവസ്ഥ കമ്പനിക്ക് വന്നു. അത്തരത്തിലൊരു ഹ്യൂജ് ലോസിലേക്ക് വന്നപ്പോഴാണ് കമ്പനിക്ക് ഈ പോളിസി വിഡ്രോ ചെയ്തേ തീരൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരുന്നത്. അതും ഒരു പോളിസി പെട്ടെന്ന് ഒരു മാർക്കറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യാനായിട്ട് കഴിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ഒരു ലോങ് ടൈം അതിന് വേണ്ടിയിട്ട് എടുത്തതും അങ്ങനെ അവർ അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് അവസാനം ഡിസൈഡ് ചെയ്തിരിക്കുന്നതും IRDയുടെ അപ്രൂവോട് കൂടിയിട്ട് അവരത് സ്റ്റോപ്പ് ചെയ്യുന്നതും. ഇനി ആരോഗ്യ പ്ലസ് പോളിസി എടുത്തിരിക്കുന്നവർ എന്ത് ചെയ്യും എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ചോദ്യം. പ്രത്യേകിച്ച് എൻ്റെ ഒരുപാട് കസ്റ്റമേഴ്സിനുള്ള ഒരു ആൻസർ കൂടിയായിട്ടാണ് ഞാനിത് പറയുന്നത്. നിങ്ങൾക്ക് 2-3 ഓപ്ഷനുണ്ട്. ഒന്ന്, ഏകദേശം ഇതേ പ്രീമിയമുള്ള ഏതെങ്കിലും മറ്റ് കമ്പനികളുടെ പോളിസിയിലേക്ക് പോർട്ട് ചെയ്ത് മാറാം. അതിന് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 60 വയസ്സ് കഴിഞ്ഞവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കെയർ ഹെൽത്തിൻ്റെ കെയർ സീനിയർ എന്ന് പറയുന്ന പോളിസി ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പോളിസിയാണ്. പക്ഷേ അത് ഏജിനനുസരിച്ച് പ്രീമിയം കൂടും. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ, പ്രീമിയം ചേഞ്ച് ആവാത്തൊരു ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നിലവിൽ മാർക്കറ്റിൽ പോർട്ട് ചെയ്യാൻ പറ്റിയ പ്രീമിയം ചേഞ്ച് ആവാത്ത ഒരു പോളിസി ലഭ്യമല്ല എന്നുള്ളത് തന്നെയാണ്. എല്ലാ പോളിസികളും ഏജിനനുസരിച്ച് പ്രീമിയം കൂടുന്നുണ്ട്. ആ ഒരു സത്യം നമ്മൾ അംഗീകരിച്ചേ തീരും. ഇനി 60 വയസ്സിൽ താഴെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഏത് പോളിസിയിലേക്ക് മാറാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിബർട്ടിയുടെ സൂപ്പർ ഹെൽത്ത് കണക്ട് എന്ന് പറയുന്നൊരു പോളിസിയുണ്ട്. അതിലേക്ക് വേണമെങ്കിൽ മാറാനായിട്ട് കഴിയും. അതിൽ ഇതേപോലെ തന്നെ പ്രീമിയം കുറവാണ്, പക്ഷേ അവിടെയും ഏജിനനുസരിച്ച് പ്രീമിയം കൂടുന്നൊരവസ്ഥ ഉണ്ടാവും ഫ്യൂച്ചറിൽ. പക്ഷേ ഈ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രീമിയത്തിൽ ഇപ്പോൾ അവർക്കത് എടുക്കാനായിട്ട് കഴിയും. അതിൽ നമുക്ക് പോർട്ടിങ്ങും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ പോളിസി എന്നാണോ തീരാൻ, എന്ന് വെച്ചാൽ ആരോഗ്യ പ്ലസ് പോളിസി എന്നാണോ ഡേറ്റ് എക്സ്പയർ ആവുന്നത്, ആ എക്സ്പയർ ആവാൻ സാധ്യതയുള്ള ഡേറ്റിൻ്റെ 2 മാസം മുമ്പ് നിങ്ങൾ പോർട്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കണം. അതിന് വേണ്ടുന്ന ആളുകളുമായിട്ട് കോൺടാക്റ്റ് ചെയ്ത് മൈഗ്രേഷന് വേണ്ടിയിട്ടുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം. 60 ഡേയ്സ് മുതൽ നമുക്ക് പോളിസി എൻഡ് ചെയ്യുന്നതിന് മുമ്പുള്ള 60 ഡേയ്സ് മുമ്പ് മുതൽ നമുക്ക് പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് 2 മാസം മുമ്പെങ്കിലും അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ തുടങ്ങുക. എന്നിട്ട് അത് പോർട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കുക. അതിലേറ്റവും അഫോർഡബിളായിട്ടും ഏറ്റവും സ്യൂട്ടബിളായിട്ട് നിങ്ങൾക്ക് തോന്നുന്നൊരു പോളിസിയിലേക്ക് മാറാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഒരു ഓപ്ഷൻ പറയാനായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കെയർ ഹെൽത്തിൻ്റെ തന്നെയാണ് കെയർ സുപ്രീം ഒക്കെ ഒരു അഫോർഡബിൾ പ്രീമിയത്തിൽ എടുക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ സ്റ്റാർ ഹെൽത്തിൻ്റെ അഷ്വർ അഫോർഡബിൾ പ്രീമിയത്തിൽ മറ്റ് പ്ലാനുകളെയൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പ്രീമിയം സ്വല്പം കുറവാണ്. പിന്നെ ഇതേപോലെ കുറഞ്ഞൊരു പ്രീമിയത്തിൽ പോളിസികൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നിലവിൽ മാർക്കറ്റിൽ കുറവാണ്. ആരോഗ്യ പ്ലസിന് പകരം വെക്കാൻ പറ്റുന്നൊരു പോളിസി മാർക്കറ്റിൽ ലഭ്യമല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ സത്യം. പിന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുക പ്രീമിയം കുറവ് എന്ന് കരുതിയിട്ട് നിങ്ങൾ ബാങ്കുകളിൽ നിന്നൊക്കെയുള്ള ഗ്രൂപ്പ് പോളിസികളിൽ ചേർന്ന് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ അത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ അവിടെ പ്രീമിയം കുറവുള്ള പ്ലാനുകൾ ലഭ്യമാണ്. നിങ്ങൾക്ക് അത്രയും വിശ്വാസമുണ്ട്, നിങ്ങൾക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പുണ്ടെങ്കിൽ മാത്രം അത്തരത്തിലുള്ളൊരു പോളിസിയിലേക്ക് മാറുക. അവിടെയും ഈ പോർട്ടിങ് അവർ അക്സെപ്റ്റ് ചെയ്യുമെന്നുണ്ടെങ്കിൽ മാത്രം മാറുക. ഇനി SBIയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ആരോഗ്യ സുപ്രീം നല്ലൊരു ചോയ്സ് ആയിരിക്കും. ആരോഗ്യ സുപ്രീമിന് സ്വല്പം പ്രീമിയം കൂടുതലാണ്. ഈ സൂപ്പർ ഹെൽത്ത് ഒക്കെ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ വലിയൊരു പ്രീമിയത്തിലേക്കുള്ളൊരു പോളിസിയാണ്. അത്രയും നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം നോക്കുക. പിന്നെ ഇപ്പോഴത്തെ എല്ലാ കമ്പനികളും, ഇപ്പോൾ ഈവൻ സ്റ്റാർ ഹെൽത്ത് ആയാലും നിവാബൂപ്പ, കെയർ ഹെൽത്ത് പോലെയുള്ള എല്ലാ കമ്പനികളും EMI ഫെസിലിറ്റി തരുന്നുണ്ട്. അപ്പം ഒരുമിച്ച് അടയ്ക്കേണ്ടതില്ല. ഗഡുക്കളായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രീമിയം അടച്ചുകൊണ്ട് പോളിസി എടുക്കാനായിട്ട് കഴിയും.
ഇതിലെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ ആരോഗ്യ പ്ലസ് ഇനി നമുക്ക് മുമ്പോട്ട് എടുക്കാനായിട്ട് കഴിയില്ല. ആരോഗ്യ പ്ലസ് നിർത്തുകയാണ് കമ്പനി. ഈ ആരോഗ്യ പ്ലസിനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്, അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഈ നമ്മുടെ ഒക്ടോബർ 5 2024 ഒക്ടോബർ 5 കൂടിയിട്ട് ഈ പോളിസി സ്റ്റോപ്പ് ആവുകയാണ്. അതേപോലെ തന്നെ റിന്യൂവലും ജനുവരി 2 കൂടിയിട്ട് 3 മാസം കൊണ്ട് തന്നെ റിന്യൂവലും സ്റ്റോപ്പ് ആവും. അപ്പം ഈ ജനുവരി 2 ശേഷം റിന്യൂവൽ വരാൻ സാധ്യതയുള്ള എല്ലാ കസ്റ്റമറും ഇപ്പോൾ തന്നെ ഏത് പോളിസിയിലേക്കാണ് നിങ്ങൾക്ക് സ്യൂട്ടബിളായിട്ട് മാറാൻ കഴിയുക എന്നുള്ളതിനെക്കുറിച്ച് അന്വേഷിച്ച് തുടങ്ങുക. ഇനി ജനുവരിക്കകത്ത് റിന്യൂവൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 വർഷം കൂടി ഈ പോളിസിയിൽ കണ്ടിന്യൂ ചെയ്യാനായിട്ട് കഴിയും. അതിനുശേഷം അടുത്ത റിന്യൂവലിന് നിങ്ങൾ വേറൊരു പോളിസിയിലേക്ക് മാറുന്നതിനെക്കുറിച്ച് ആലോചിച്ചാൽ മതി. ഇനി ഇതിനകത്ത് ഏറ്റവും പ്രശ്നം വരുന്നൊരു വിഭാഗമുണ്ട്. ആരോഗ്യ പ്ലസ് എടുത്ത് ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ക്യാൻസർ അല്ലെങ്കിൽ മേജറായിട്ടുള്ള ആക്സിഡൻറ്റുകൾ ഇതുപോലെയുള്ളതിന് ക്ലെയിം ചെയ്തവരുണ്ടാവും. ഇത്തരത്തിൽ ക്ലെയിം ചെയ്ത് ക്രിട്ടിക്കൽ ഇൽനെസ് വന്നവർക്ക് ഈ പറയുന്ന പോളിസികളിലോട്ടൊക്കെ മാറുക എന്ന് പറയുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. കാരണം പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് ക്രിട്ടിക്കൽ ഇൽനെസ്സൊക്കെയാണ്, അത് സിവിയർ ആയിട്ടുള്ള ക്രിട്ടിക്കൽ ഇൽനെസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ കമ്പനികൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് മടിക്കും, ഇല്ലെങ്കിൽ ഒരു ഹയർ പ്രീമിയത്തിലായിരിക്കും അക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെയുള്ളവരൊക്കെ ബുദ്ധിമുട്ടാനായിട്ടുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഫിനാൻഷ്യൽ പ്ലാനിങ് എങ്ങനെ അത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് കൂടി നിങ്ങളൊന്ന് വീട്ടുകാരുമായിട്ടൊക്കെ ഒന്ന് സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഞാൻ പറയുന്നു. നിങ്ങൾക്ക് പോളിസികളുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പം ഈ ആരോഗ്യ പ്ലസ് ആണെന്നുണ്ടെങ്കിലും ഇല്ല, ഇനി മറ്റ് പോളിസികളുമായി ബന്ധപ്പെട്ടായാലും ഇനി ആരോഗ്യ പ്ലസ് നിലവിലുള്ളവർക്ക് വേറെ ഇതിലോട്ട് മാറാൻ കഴിയുമെന്നുള്ളതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ട് എൻ്റെ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് എന്നെ ബന്ധപ്പെടാം, എൻ്റെ സ്റ്റാഫുകളുമായിട്ട് സംസാരിക്കാം. നമ്മൾ നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ അഫോർഡബിലിറ്റിക്ക് അനുസരിച്ച് നമ്മളൊരു പ്ലാൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്തു തരും. ഇനി എന്തെങ്കിലും ഒരു കണ്ടീഷൻ കൊണ്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതും പറയും. ഇനിയിപ്പോൾ പ്രീ എക്സിസ്റ്റിംഗ് എന്തെങ്കിലും കണ്ടീഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ മാക്സിമം ഡീവിയേഷൻ എടുത്ത് നമുക്ക് ചെയ്തു തരാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ആ പോളിസി നിങ്ങൾക്ക് പ്രോസസ്സ് ചെയ്തു തരികയും ചെയ്യും. ഇതൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ഇൻഫർമേഷന് വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിലും നമ്മളെ വിളിക്കാം, നമ്മളതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പം ഇത്തരത്തിലുള്ളൊരു പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഞാൻ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി ആരോഗ്യ പ്ലസ് എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കേണ്ട. ഫിക്സഡ് പ്രീമിയം പോളിസികൾ തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് ഇതോടുകൂടിയിട്ട് അവസാനിക്കുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇതൊരു പരീക്ഷണമായിരുന്നു. ഈ പരീക്ഷണത്തിൽ തോൽക്കുകയാണ് കമ്പനി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലൊരു ഉദ്യമവുമായിട്ട് മറ്റൊരു കമ്പനി വരാൻ സാധ്യത കുറവാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ക്ലെയിം വരുന്നത് വരെയൊക്കെ പ്രീമിയം ചേഞ്ച് ആവാതെ പിടിച്ച് നിർത്താൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾക്ക് ഇപ്പോൾ നിവാബൂപ്പയൊക്കെ ചെയ്യുന്നുണ്ട്. ക്ലെയിം ഇല്ലാന്നുണ്ടെങ്കിൽ പ്രീമിയം ചേഞ്ച് ആവില്ല. അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ ചിലപ്പോൾ വന്നേക്കാം. പൂർണ്ണമായിട്ടും പ്രീമിയം ചേഞ്ച് ആവാത്ത പോളിസികൾ ഇനി വരാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.